റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ ബിജെപിയെ വെട്ടിലാക്കി PC ജോർജിന്റെ തുറന്നു പറച്ചിൽ. പൂഞ്ഞാർ മണ്ഡലത്തിലേക്ക് നൽകിയ ഫണ്ടിൽ തിരിമറി നടന്നതായാണ് സ്ഥാനാർത്ഥിയായിരുന്ന PC പറഞ്ഞത്. ബിജെപി നേതൃത്വം 4.5 കോടി നൽകിയെങ്കിലും അത് ചെലവഴിക്കപ്പെട്ടില്ല എന്ന് പാർട്ടി ക്യാമ്പിൽ PC ജോർജ് പറഞ്ഞു. 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ ആരൊക്കെ വീതം പറ്റിയിട്ടുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു. ആ രൂപയിൽ കൊട്ടില്ലെന്ന് മാത്രമല്ല, മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ ഇടപാടില്ലാത്ത സാമ്പത്തിക കാര്യങ്ങൾ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചൊരു സജി ആ കണക്ക് തരാമെന്ന്. ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് കണക്ക് ചെയ്യുന്നുണ്ട്. 4 കോടി 45 ലക്ഷം രൂപ ചെലവായിട്ട് കണക്കുണ്ട്. ആദ്യം കാണിക്കാൻ കാരണം അത് കാണിച്ച് നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൂടെ നടക്കണം. അത് പലരും വിളിച്ചു വെച്ചാൽ അവർ അറിയില്ല. ഉണ്ടായിരിക്കുന്നു പറഞ്ഞ മാത്രം ഇപ്പോഴും തരാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നണം, നിങ്ങൾ ആരെങ്കിലും എടുത്തോ അറിയാം. പാർട്ടികൾ വല്ലതും ചെയ്തോ വിചാരക്കിടപ്പുണ്ടോ? ഒന്ന് ആലോചിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുത്തു. എത്ര ബൂത്ത് കൊടുത്തു? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെയുള്ള പാർട്ടി പ്രവർത്തനം എല്ലാ ദിവസവും 31,000 രൂപ കൊടുക്കുന്നതുകൊണ്ട് തീരുമാനമെടുത്ത് പണം കൊടുത്തു. ആ പണം അവിടെ പോയി. ഞാൻ ചെറുനാട് പഞ്ചായത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 3000 രൂപ ലീഡ് ചെയ്ത പഞ്ചായത്ത്. ആ പഞ്ചായത്ത് ഞാൻ 2ാം സ്ഥാനത്ത് ഞാൻ അഭിനയിച്ചില്ല. വോട്ടിൽ ലിസ്റ്റ് നോക്കിയപ്പോൾ കാണുന്നത് 50 സ്ഥാനം. അവിടെ മുഴുവൻ നമുക്ക് എന്ത് സംഭവിച്ചു? അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് വിളിച്ചു വരുത്തിയാൽ നിങ്ങൾക്കറിയാം. ഇപ്പോൾ പറയായിരുന്നു നീ എന്ത് ചെയ്തു ചോദിച്ചു. ഞാൻ ഈ തന്നിട്ടില്ല. ദിവസം അത് കൊടുക്കാൻ വിളിച്ച് അവരെ വിളിച്ചു വരുത്തി കൊടുക്കാൻ മറന്നു. തുറന്നു പറച്ച് റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ മലക്കം മറിഞ്ഞിരിക്കുകയാണ് PC ജോർജ്. തെറ്റിദ്ധാരണ കൊണ്ടാണ് മധ്യമേഖലാ സെക്രട്ടറി സജി കൂരിക്കാട് അടക്കമുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചതെന്നാണ് വിശദീകരണം. ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ചെന്ന് 2 ബി.ജെ.പി സ്ട്രോങ് ആളുകൾ. അതാ രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4.5 കോടി 4 കോടി 45 ലക്ഷം രൂപ കിട്ടുക. ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടാക്കി എടാ. അപ്പോൾ ഞാൻ ഇത്ര രൂപ കിട്ടും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4 കോടി 45 ലക്ഷം രൂപ കിട്ടിയത് ആരൊക്കെ കട്ടും, എവനൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ 2 ചൂടായി. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞ പാർട്ടി നേതൃത്വം എന്നെ ബന്ധപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പൂർണ്ണമായിട്ട് എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പൈസ പോലും ആരും മോട്ടിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. എൻ്റെ ഇവിടുത്തെ ഇലക്ഷൻ ചാറി മുഴുവൻ വഹിച്ചിരുന്ന ഒരു സജി കുരിക്കാട് 5 പൈസ പോലും കക്കുവ മോട്ടുക ചെയ്യുന്ന ആളല്ല. വളരെ മാന്യനാണ്. ഒരു തെറ്റും പറയാനില്ല. ഇതാണ് സത്യം. ഞാൻ എരുമയിൽ പറഞ്ഞത് ശരിയല്ല. ഞാനത് ക്ഷമ ചോദിക്കുന്നു. റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ. റഹീസ്, നമ്മൾ PC വെളിപ്പെടുത്തലും കാണുകയായിരുന്നു, അദ്ദേഹത്തിന്റെ ന്യായീകരണവും കാണുകയായിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഈ വെളിപ്പെടുത്തൽ വിവാദമായതിന് പിന്നാലെ വെട്ടില്ല എന്ന് മനസ്സിലായി ബിജെപി നേതൃത്വം ഇടപെട്ട് തന്നെ PC തിരുത്തിച്ചതാണെന്ന്. കാരണം എക്ലാസ് മണ്ഡലമായ പൂഞ്ഞാറിൽ 4.5 കോടി എത്തി. ഓരോ ബൂത്ത് കമ്മിറ്റിക്കും 30,000 രൂപയിലധികം കൊടുക്കാമെന്ന് തീരുമാനിച്ചതാണ്. എന്നിട്ട് ഈ പണം എവിടെ പോയി? അത് തന്നെയാണ് PC ചോദിക്കുന്നത്. അവിടെ വലിയ ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്, അല്ലേ റഹീസ്? ഉറപ്പായും വിനീത, അതിനകത്ത് ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന് PC ജോർജ് പറഞ്ഞ കാര്യം മൂന്നാമതൊരാൾ പറഞ്ഞു കേട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതൊന്നുമല്ല എന്ന് PC ജോർജിന്റെ പ്രസംഗം കേട്ടാൽ കേൾക്കുന്ന ആർക്കും മനസ്സിലാകും. എന്ന് മാത്രമല്ല, PC ജോർജിനെ പൊതുസമൂഹത്തിന് എത്ര വർഷങ്ങളായിട്ട് അറിയാം. 2 ബിജെപിയുടെ സ്ട്രോങ് പ്രവർത്തകർ വന്നിട്ട് 4.5 കോടി രൂപ കിട്ടി, അതെല്ലാവരും കൂടി കട്ടോണ്ട് പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് പാർട്ടിയുടെ ഒരു ക്യാമ്പിൽ അത് പ്രസംഗിക്കുന്ന ഒരു ആളൊന്നുമല്ല PC ജോർജ് എന്ന കാര്യവും നമുക്കൊക്കെ അറിയാം. വിനീത പറഞ്ഞതുപോലെ ഇത് പുറത്തു വന്നതിന് പിന്നാലെ ആ വിഷയം
ലൈവായി നിൽക്കുന്നത് സ്വാഭാവികമായും BJPക്ക് തിരിച്ചടി ഉണ്ടാക്കും എന്നറിഞ്ഞ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് PC ജോർജിനെ കൊണ്ട് മാറ്റിപ്പറയിപ്പിച്ചതാകാനാണ് എല്ലാ സാധ്യതയും. രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചിലവഴിക്കാൻ പറ്റുന്ന തുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് 40 ലക്ഷമാണ്. അപ്പോൾ അതിന്റെ ഒരു 12 ഇരട്ടി തുകയാണ് 4.5 കോടി രൂപ. അത് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാവുന്ന ഒരു പ്രശ്നം. മറ്റൊന്ന്, 4.5 കോടി രൂപ A ക്ലാസ് മണ്ഡലങ്ങൾക്കെല്ലാം കൊടുത്തെങ്കിൽ BJP ഇവിടെ എത്ര പണമിറക്കി എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം വലിയ തോതിൽ ചർച്ചയാകുമ്പോഴും അങ്ങനെയൊന്നും ഇല്ല എന്ന് പുറത്ത് BJP നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേശീയ സമിതി അംഗം കൂടിയായ സ്ഥാനാർത്ഥി കൂടിയായ PC ജോർജ് എന്റെ മണ്ഡലത്തിൽ വന്ന ഫണ്ട് ഇവർ കട്ടു എന്ന് പുറത്തേക്ക് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ നോക്കിയാലും പാർട്ടിക്ക് തിരിച്ചടിയാകും. ഒപ്പം PC ജോർജിനെ സംബന്ധിച്ച് ഒരു ഇനി അങ്ങനെ വലിയൊരു ഏതെങ്കിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയൊക്കെ ഒന്നും നടക്കുന്ന കാര്യമല്ല. BJPക്കാർ ഇതിന്റെ പേരിൽ തള്ളിപ്പറയുക മറ്റു ചെയ്താൽ PC ജോർജിന്റെ മുമ്പിൽ മറ്റു വഴികളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അതേപടി അനുസരിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുക എന്ന് മാത്രമേ PC ജോർജിന്റെ മുന്നിലുള്ളൂ. അപ്പോഴും PC ജോർജ് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ അകത്ത് നടന്ന പ്രസംഗമൊക്കെ എടുത്ത് പുറത്തിട്ടത് ആരാണ് എന്ന ചോദ്യം ഈ പാർട്ടി പറയുന്നതിന് കീഴടങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെ പുറത്തിട്ട ആളുകൾ ശരിയല്ല എന്നൊരു കാര്യം കൂടി PC ജോർജ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിനീത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. 4.5 കോടി രൂപ എത്തി എന്ന് PC പറയുന്നുണ്ട്. ഈ പണമൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. നേതൃത്വം ഇടപെട്ട് തിരുത്തിയതാണെന്ന് വ്യക്തം. ഏതായാലും വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരുമ്പോഴാണ് തീർച്ചയായും PC ജോർജിനെ പോലുള്ള ഒരാളുടെ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. റഹീസ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.